ഫാദർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സജി ചെറിയാൻ ഈ വിശദീകരണത്തിൽ അദ്ദേഹം ഒരു വലിയ വിശദീകരണ കുറിപ്പാണ് തയ്യാറാക്കിക്കൊണ്ട് വന്നത്. തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം ഈ കേക്കും മുന്തിരിവാറ്റും രോമാഞ്ചവും ഇത് ഞാൻ തിരുത്തുന്നു എന്ന് പറയുകയേ ഉള്ളൂ, ബാക്കിയെല്ലാം അദ്ദേഹം ഈ എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്ന കുറിപ്പ് വായിക്കുകയുള്ളൂ എന്ന്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു വിഭാഗത്തെ അകറ്റി രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളും ഇവർ തമ്മിലൊരു ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാർ ഒരു ശ്രമം നടത്തുകയാണ് അവരുടെ പക്ഷത്തേക്ക് ഒരു വോട്ട് ബാങ്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളത്. അത് ക്രൈസ്തവ സമൂഹത്തെയാണ്. ആ തിരിച്ചറിവുണ്ടാവണം എന്നുള്ള ഒരു ഉപദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതിനെ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഇടതുപക്ഷം സമ്മതിക്കുകയില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ് ഉണ്ടായത്. അതിനുള്ള മറുപടി? അതെ, ഞാനത് കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത്. പിന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാം ഫാദർ, പറഞ്ഞോളൂ. ആ വിശദീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കുവാൻ നിർബന്ധിതനായി പിൻവലിച്ചതാണ് എന്നുള്ളതാണ്. കാരണം ഇത്ര ശക്തമായ ഒരു പ്രതികരണം ക്രൈസ്തവ ലോകത്തു നിന്ന് വരുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം ധരിച്ചിരിക്കുകയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ധരിച്ചിരിക്കുകയില്ല. പക്ഷെ ക്രൈസ്തവരെ ഇന്ന് അണമുട്ടിയ പാമ്പ് കടിക്കും എന്ന് പറഞ്ഞ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പൊറുതി മുട്ടിയിട്ടാണ് ക്രൈസ്തവർ ഇപ്പൊ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ രംഗങ്ങളിലും ക്രൈസ്തവരെ വളരെ സൈഡാക്കാമെന്നും അവഗണിക്കാമെന്നും ഒരു ധാരണ ഇത്രയും നാളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, നടത്തിക്കൊണ്ട് പോരുകയാണ്. അതിനൊരു മാറ്റം ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലൂടെ ക്രൈസ്തവരെ ഒരു ചരടിൽ കോർത്തു നിർത്തുവാൻ ഇന്ന് ഇവിടെ സാധിക്കുമെന്ന് സമീപകാല പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇനി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ആ പരിപ്പിന് വേഗിയല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതാണ്. അല്ല, ഈ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, അങ്ങനെ അല്ല, ന്യൂനപക്ഷങ്ങളെ തമ്മിൽ വേർപെടുത്തുക, തമ്മിലടിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യം സംഘപരിവാറിനുണ്ട്. അത് നിങ്ങൾ അതിൽ വീഴരുത്, ആ ട്രാപ്പിൽ വീഴരുത്. ഈ ഒരു ഉപദേശവും മന്ത്രി നൽകുകയാണ് ഫാദർ. മന്ത്രിയുടെ ഉപദേശത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ്. ആരാണ് ഞങ്ങളെ അകറ്റുന്നത്, ആരാണ് ഞങ്ങളെ അവഗണിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഇതിനോട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, പ്രവൃത്തികളിൽ കാണണം. നിങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ കാര്യം വരുമ്പോൾ, അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെവിക്കൊള്ളാൻ സന്നദ്ധതയുണ്ടോ എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ന്യൂനപക്ഷങ്ങൾ തമ്മിൽ വേർപെടുത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവര് മാറിപ്പോകുന്നതിൽ നിങ്ങൾ ഭയപ്പെടുന്നത്? ക്രൈസ്തവർക്ക് ആശങ്കയില്ലാത്ത ഒരു കാര്യത്തിലാണ് CPM ആവർത്തിച്ച് അവരെ ഉപദേശിക്കാൻ പോകുന്നത്. ക്രിസ്തുമത വിശ്വാസികൾക്കോ ക്രിസ്തു മത മേലധ്യക്ഷന്മാർക്കോ സ്വാഭാവികമായും ആശങ്കയില്ല എന്ന് കരുതുന്നിടത്താണ് പിശക് പറ്റുന്നത്. അവർ ആശങ്കയിൽ തന്നെയാണ്. മണിപ്പൂർ ഇന്നും ഇന്നലെയുമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. ആ മണിപ്പൂരിൽ ഒരു ദിവസം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്ന് ലോകം മൊത്തം സഞ്ചരിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷെ ഒരു നിമിഷമെങ്കിലും മണിപ്പൂരിൽ ചെന്ന് മണിപ്പൂരിലെ കത്തുന്ന മനുഷ്യർക്ക് മുന്നിൽ ചേർത്തു പിടിച്ച് ആശ്വാസവാക്ക് പറയുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലുതായി ഉയർത്തപ്പെടേണ്ട രാഷ്ട്രീയ പ്രശ്നം. ആ രാഷ്ട്രീയ പ്രശ്നം മണിപ്പൂരിനെ സംബന്ധിച്ച് ഉയർന്നു ലോകത്താകമാനം അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ എന്തിന് ക്രിസ്തുമത വിശ്വാസികൾ സംഘപരിവാറുമായി അടുക്കണം എന്നുള്ളതാണ്. മണിപ്പൂരിൽ ആരായിരുന്നു കുഴപ്പക്കാർ, ആരാണ് അവിടെ മണിപ്പൂരിൽ ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് കൃത്യമായി നമുക്ക് ബോധമുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ആ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംഘപരിവാർ സംഘടനകളുടെ അതിലെ പങ്കിനെ സംബന്ധിച്ച് സവിസ്തരം നമുക്ക് മുന്നിൽ തെളിവുകൾ വരുന്ന സാഹചര്യത്തിൽ കൃത്യമായും ക്രിസ്ത്യൻ മതവിശ്വാസികളും ക്രിസ്തുമത മേലധ്യക്ഷന്മാരും കൃത്യമായി ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, അവരെ ആട്ടിൻ തോലിട്ട ചെന്നായിയായി സംഘപരിവാർ നിങ്ങൾക്ക് സമീപിക്കുകയാണ്. അത് കാണാതെ പോകരുത്. അത് കാണാതെ പോകുന്നിടത്താണ് അപകടകരമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണമായി ഇതിനെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഹിന്ദു മതവിശ്വാസികളെയും ക്രിസ്ത്യൻ മതവിശ്വാസികളെയും തമ്മിൽ തെറ്റിക്കുന്നതിനു വേണ്ടി പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രചരണമായി കരുതരുത്. ആശയപരമായി സംഘപരിവാറിന് ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും കമ്മ്യൂണിസ്റ്റുകളോടും ഉള്ള ഏറ്റവും വലിയ പ്രതിബദ്ധത അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് തോട്ട്സിലെയും അല്ലെങ്കിൽ വിചാരധാരയുടെ
ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നിടത്താണ്. ഇപ്പോൾ ആ ഞാൻ ആഭ്യന്തര താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ ശത്രുക്കൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് വിചാരധാര അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഇവരെ ആരാണ് ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്നു ആ സംഘപരിവാർ. ഇതാണ് ഇന്നലെയും ഹസ്കർ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഫാദർ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഫക്രുദ്ദീൻ്റെ ഒരു മറുപടി അതേക്കുറിച്ച്. എനിക്ക് ഈ അസ്കറോടുള്ളപ്പോൾ അസ്കറിനെ കൗണ്ടർ ചെയ്യാൻ വിഷമമാണ്. അസ്കറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞങ്ങളൊക്കെ ഒരു ധാര വ്യത്യസ്തമായ രീതിയിൽ പിന്തുടരുന്നതാണ്. എങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. 98 കൂടി തന്നെ RSS അവരുടെ ആ നിലപാട് അത് അന്നത്തെ ഒരു പ്രത്യേക ഒരു കോണ്ടക്സ്റ്റ്, വിഭജനവാദം ഉണ്ടാകുന്നു, ഇവാഞ്ചലിസ്റ്റുകൾ അതിഭീകരമായ രീതിയിൽ ഹിന്ദുമതത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു മതപരിവർത്തനമായിട്ടുള്ള ഒരു അജണ്ടയുമായി ബ്രിട്ടീഷ് രാജുണ്ട്. ആ ഒരു അങ്ങനത്തെ ഒരു കോണ്ടക്സ്റ്റിൽ വന്നിട്ടുള്ള ഒന്നാണ്. അതിനുശേഷം 90s കൂടിയിട്ട് അവരത് തിരുത്തുകയും ഈ ആഭ്യന്തര ശത്രുക്കൾ എന്നുള്ള അവർ തിരുത്തുകയുണ്ടായി. പിന്നെ അതിനുശേഷം മോഹൻ ഭഗവത് ഈ സത്സംഗ് ചാലകമായപ്പം അദ്ദേഹം ആവർത്തിച്ച് അത് തിരുത്തുകയും ചെയ്തു. അപ്പോൾ RSS അത് തിരുത്തിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് നമ്മുടെ വസ്തുതാ വിരുദ്ധമാണ്. നമ്മളത് മനസ്സിലാക്കി പോകണം. അത്രേ ഉള്ളൂ. ശരി, ഫാദർ ഫിലിപ്പ് കവിയിൽ, നിങ്ങൾ ഇനിയും പ്രധാനമന്ത്രി വിളിക്കുന്ന ചടങ്ങുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്ധി സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കും എന്ന് പറയുകയാണ്. പക്ഷേ CPM ആവർത്തിച്ചത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ CPM-നോട് ഇനിയെങ്കിലും ഇത് നിർത്തൂ, ഞങ്ങൾ ആരെ കാണണം, ആരുമായിട്ട് ചർച്ച നടത്തണം, ആർക്ക് വോട്ട് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, അവിടെയാണ് ഞങ്ങളെ ആര് പരിഗണിക്കുന്നു അവരോടൊപ്പമായിരിക്കും ഞങ്ങൾ എന്ന കൃത്യമായ സന്ദേശം നൽകുന്നത്. ഞാൻ ചോദിച്ചു വരുന്നത്, ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരു റാലി തന്നെ ഇല്ലേ കേരളത്തിൽ പലയിടത്തും സഞ്ചരിച്ചാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇതോടുകൂടി ഉരുത്തിരിഞ്ഞു വന്നതാണോ ഇങ്ങനെയൊരു ആശയം, ഈ രീതിയിലുള്ള മറുപടി നൽകണം എന്നുള്ളത്? നേരത്തെ ഒരു ആക്ഷേപമുണ്ടായിരുന്നു, സഭാ നേതൃത്വം ഇങ്ങനെ കുറേ തീരുമാനമെടുക്കും, പക്ഷേ സഭാ വിശ്വാസികൾക്ക് ഒരിക്കലും സംഘപരിവാറുമായി അടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണോ? സഭയിലെ ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു കാര്യമല്ല. സഭയിലെ വിശ്വാസികളും സഭാ നേതൃത്വവും സഭയോട് മറ്റുള്ളവർ എപ്രകാരമാണ് പെരുമാറുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. ഓരോ പ്രത്യേക കാര്യങ്ങളിലും ഞങ്ങളോട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഏത് നിലപാടാണ് എടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആർക്കും യാതൊരു സംശയവും വേണ്ട. ഇനി മുതൽ കത്തോലിക്കർ അല്ലെങ്കിൽ ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കുവാനും ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ കൃത്യമായി വ്യക്തമായി അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന സമുദായ സംഘടന ഇത് കത്തോലിക്കരുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല നിൽക്കുന്നത്. ഇവിടെ കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അതിൽ കത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ നേതൃത്വം എടുക്കുന്നു എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ആ കടുവ ആക്രമിച്ച വീട്ടിൽ ചെന്നപ്പോൾ അതൊരു കത്തോലിക്കൻ്റെ കുടുംബം അല്ലായിരുന്നു, ഒരു ഹൈന്ദവ കുടുംബമായിരുന്നു. അവരുടെ ആ ദയനീയ അവസ്ഥയിൽ അവരുടെ കൂടെ നിൽക്കുവാൻ ഞങ്ങൾ സന്നദ്ധത കാണിച്ചു. ഞങ്ങൾ കാണിച്ചത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഒരു മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമ്മുടെ എല്ലാവരുടെയും കൂടി ജനപ്രതിനിധികളാണ്. ഇവിടുത്തെ സർക്കാർ ക്രൈസ്തവൻ്റെയും ഹൈന്ദവൻ്റെയും മുസ്ലിമിൻ്റെയും കൂടെയുള്ള സർക്കാരാണ്. എല്ലാവരെയും പരിഗണിക്കണം. ഈ നാട്ടിൽ സഹിഷ്ണുത നിലനിൽക്കണം. ഇന്ന് നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ ആ പ്രധാനമന്ത്രിയെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് അസഹിഷ്ണുതയാണ്. നാളെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ പാടില്ല എന്ന് മറ്റു പാർട്ടിക്കാർ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് അസഹിഷ്ണുതയാണ്.